ഈ മൊബൈൽ സ്ക്രീൻ അപ്പോൾ അല്ലെങ്കിൽ ഈ ഫോൺ അഡിക്ഷൻ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മളിപ്പോൾ ബുദ്ധി വളർച്ചയെ കുറിച്ച് പറഞ്ഞു, ഇമോഷണൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, നമ്മളിപ്പോൾ ഹെൽത്തിന് ഡെഫിനിഷൻ പറഞ്ഞു, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് അല്ലേ. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ഓക്കെ, കുഞ്ഞ് കളിച്ചില്ല, ഓടിച്ചാടി നടന്നില്ല എങ്കിൽ തീർച്ചയായും വളർച്ചനെ അത് എഫക്ട് ചെയ്യും, കുഞ്ഞിന്റെ ഹൈറ്റും വെയിറ്റും. അതും ഈ ആദ്യത്തെ ഈ 2-3 വയസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞ് ജനിക്കുമുണ്ടാവുന്ന ഹൈറ്റിന്റെ ആ ലെങ്ത്തിന്റെ ഒരു ഡബിൾ ആവുന്നത് ഏതാണ്ട് 3-4 വയസ്സാവുമ്പോഴേക്കും ഡബിൾ ആകും. ഇത് അവരുടെ അൾട്ടിമേറ്റ് ഹൈറ്റിനെ ചെയ്യുന്ന കാര്യമാണ്. കാരണം ഈ ഒരു 3-4 വയസ്സിലുണ്ടാവുന്ന ഹൈറ്റിന്റെ ഓൾമോസ്റ്റ് ഡബിളിലേക്കായിരിക്കും അവർ ഫൈനൽ അൾട്ടിമേറ്റ് ഹൈറ്റ് 18 വയസ്സാകുമ്പോൾ കിട്ടുന്ന ഹൈറ്റ്. ഈ സമയത്ത് അവർ മാക്സിമം ഗ്രോ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കളിയുടെ കുറവ് കൊണ്ടോ മറ്റ് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടോ എന്തെങ്കിലും വിറ്റമിൻസിന്റെ കുറവ് കൊണ്ടൊക്കെ കുഞ്ഞ് വളർന്നില്ലെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി അവരുടെ അൾട്ടിമേറ്റ് ഹൈറ്റിനെ, ഫൈനൽ ഹൈറ്റിനോട് ബാധിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ സോഷ്യലും മെന്റൽ സ്കിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ, സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആശയവിനിമയം നടത്തുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും അമ്മ കുഞ്ഞിനെ ലാളിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനോട് സംസാരിക്കുമ്പോഴോ കൊഞ്ചിക്കുമ്പോഴോ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ, ഇപ്പം ഞാൻ പറയുന്നത് എപ്പോഴും വെച്ചാൽ ഭക്ഷണം കൊടുക്കുമ്പോഴേ ഇവർ ഫോൺ കൊടുത്തിട്ടാണ് ഈ ഭക്ഷണം കഴിപ്പിക്കുന്നത്. കുഞ്ഞ് ഇത് അറിയുന്നില്ല, കുഞ്ഞ് ഇങ്ങനെ ഉരുള ഉറ്റുന്നു, അതിങ്ങനെ കഴിച്ചു പോകുന്നു. ആ സമയത്ത് നമ്മൾ അമ്മ കുഞ്ഞിനോട് കൊഞ്ചിക്കുക, 2 വാക്ക് പറയുക, 2 കഥകൾ പറയുക, ഒരു ആശയവിനിമയം നടത്തുമ്പോഴും എന്താ സംഭവിക്കുന്ന, അവിടെ കുഞ്ഞ് പുതിയ പുതിയ വാക്കുകൾ പഠിക്കുകയാണ്, പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യണം, കഥകളുടെ ലോകത്തേക്ക് പോവുകയാണ്, ഭാവനകൾ വിടരുകയാണ്. മനസ്സിലാവുന്നു? അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം. കുഞ്ഞിനെ കൊണ്ടു നടന്ന്, നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, കുഞ്ഞുങ്ങളെ കൂടെ രാവിലെ പുറത്തിറങ്ങും, ആ ഒരു 10 മണിക്ക് വെയിൽ കൊള്ളിച്ച് കാക്കയും പൂച്ചയും കാണിച്ചു കൊടുത്ത് കഥകൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഭക്ഷണം കൊടുത്താണ് കുഞ്ഞുങ്ങളെ നമ്മളെ വളർത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടത് അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫ്ലാറ്റിലെ ജീവിതമാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ല, മുറ്റമില്ല, കൊണ്ടു നടക്കാനുള്ള സമയമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ മാനസിക വളർച്ച, അതുപോലെ സാമൂഹിക വളർച്ച, ഇതൊക്കെ എഫക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്.